പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രമിന്റെയും വേദയുടെയും ജീവിതത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ വസന്തകാലം പോലെ സുന്ദരമാവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ചില അടുപ്പങ്ങൾ, ഇവയെല്ലാം വേദയുടെ മനസ്സിനെ വല്ലാതെ കുളിർപ്പിച്ചു. താലി കെട്ടിയ നാൾ മുതൽ ഇന്ന് വരെ വിക്രമിനെ ഇത്രയും ശാന്തനായിട്ടൊന്നും സ്നേഹമുള്ളവനായി വേദ കണ്ടിട്ടില്ല. വിക്രമിന്റെ സ്വഭാവത്തിലെ ഈ മാറ്റം വേദയെ അത്ഭുതപ്പെടുത്തി. ഒരു പരിധിവരെ തൻ്റെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും ആ മനുഷ്യനെ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന തിരിച്ചറിവ് അവൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി. വരാനിരിക്കുന്ന നിമിഷങ്ങളിൽ അവരെ കാത്തിരിക്കുന്നത് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. വിക്രം അവളോട് കാണിക്കുന്ന കരുതൽ, ചെറിയ തമാശകൾ, കൂടെയുള്ള യാത്രകൾ, ഇതെല്ലാം വേദയുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ പുതിയ നാമ്പുകൾ തന്നെ മുളപ്പിച്ചു. ദീപ്തി വാസവന്റെ മകൻ വരുണുമായിട്ട് പ്രണയത്തിലാണ് എന്ന് മനസ്സിലാക്കിയ വേദ ഏതായാലും വരുണിനെ നേരിട്ട് പോയി തന്നെ കാണാൻ തീരുമാനിക്കും. വരുണിനെ കാണാൻ അന്ന് വേദ പോയത് വലിയൊരു തീരുമാനം തന്നെയായിരുന്നു. വരുണിന്റെ വീട്ടിലെത്തിയ വേദ കണ്ടത് പഴയ അഹങ്കാരിയായ വരുണിനെ അല്ല, മറിച്ച് കുറ്റബോധം കൊണ്ട് തല കുനിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ്. വരുണിനെ കണ്ടതോടുകൂടി തന്നെ വേദ വരുണിനെ കുറേയധികം കുറ്റപ്പെടുത്തി സംസാരിച്ചുവെങ്കിലും എങ്ങനെയാണ് ദീപ്തിയുടെ ജീവിതത്തിലേക്ക് വരുൺ കടന്നു വന്നത് എന്ന സത്യമെല്ലാം തന്നെ വേദയ്ക്ക് മനസ്സിലാവും. അവസാനം വരുൺ വേദയോട് പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ടൊന്ന് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ സത്യമെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം വരുൺ വേദയോട് പറയുന്നുണ്ട്, ചേച്ചി എന്നെ വിശ്വസിക്കണം. ഞാൻ മനഃപൂർവ്വം ചേച്ചിയുടെ അനിയത്തിയെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതൊന്നുമല്ല. വരുൺ വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ തൻ്റെ ഭൂതകാലത്തിൻ്റെ ഇരുണ്ട ഏടുകൾ വേദയ്ക്ക് മുന്നിൽ തുറന്നു വച്ചു. ഒരു കാലത്ത് മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നപ്പോൾ ബോധമില്ലാത്ത അവസ്ഥയിൽ ചെയ്തു പോയ തെറ്റുകളെപ്പറ്റി അവൻ പറഞ്ഞു. അന്ന് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ ഞാനല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറ്റബോധം കൊണ്ട് മരിച്ചാൽ മതി എന്നുണ്ട്. വരുണിന്റെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടെന്ന് വേദയ്ക്ക് തോന്നി. അവൻ തുടർന്നു. ദീപ്തി എന്നെ സ്നേഹിക്കുന്നത് വെറുതെയൊന്നുമല്ല ചേച്ചി. എൻ്റെ ഈ മാറ്റത്തിന് കാരണം അവളാണ്. എന്നെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് അവളാണ്. അവളോടുള്ള എൻ്റെ സ്നേഹം ഒരിക്കലും അത് അഭിനയമല്ല. ആരൊക്കെ എതിർത്താലും അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ എൻ്റെ കൂടെ കൂട്ടും. വരുണിൻ്റെ ഈ വാക്കുകൾ വേദയെ ധർമ്മസങ്കടത്തിലാക്കി. വരുൺ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യനാണ്. ദീപ്തിയുടെ മനസ്സ് മാറ്റാൻ ഇനി എളുപ്പമല്ലെന്നും അവളുടെ സ്നേഹം സത്യമാണെന്നും വേദ തിരിച്ചറിഞ്ഞു. വാസവന്റെ മകനാണ് വരുൺ. അതുകൊണ്ട് തന്നെ വിക്രമോ അല്ലെങ്കിൽ തൻ്റെ അച്ഛനോ ഈ ബന്ധത്തിന് ഒരിക്കലും അനുകൂലിക്കുമെന്നൊന്നും വേദയ്ക്ക് തോന്നുന്നില്ല. അച്ഛൻ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് താങ്ങുമോ എന്ന ചോദ്യങ്ങൾ വേദയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ വേദ കണ്ടത് കാത്തിരിക്കുന്ന വിക്രമിനെയാണ്. അവൾ അവനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിവരിച്ചു. വരുണിനെ കാണാൻ വേണ്ടി താൻ പോയി എന്നും വരുണുമായി സംസാരിച്ചു എന്നും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വേദ വിക്രമിനോട് വിശദീകരിച്ചു കൊടുക്കും. അവൻ്റെ പശ്ചാത്തലവുമെല്ലാം തന്നെ വേദ വിക്രമിനോട് പറഞ്ഞു. പക്ഷേ വേദയുടെ വാക്കുകൾ കേട്ട് വിക്രം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ആ ചിരിയിൽ പരിഹാസമുണ്ടായിരുന്നു. എന്താ വിക്രം ചിരിക്കുന്നത്? വേദ അത്ഭുതത്തോടെ ചോദിച്ചു. വേദ, നിനക്കിപ്പോഴും ആളുകളെ മനസ്സിലാക്കാൻ കഴിയില്ലേ? നീ ഇനിയും പഠിക്കാനുണ്ട്, വിക്രം ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ നിന്നെ മനോഹരമായി പറ്റിച്ചു അല്ലേ? അവൻ മാത്രമല്ല, നിന്റെ അനിയത്തി ദീപ്തിയും ഈ അഭിനയത്തിൽ വീണുപോയിരിക്കുകയാണ്. വിക്രമിൻ്റെ നിഗമനങ്ങൾ വേറെയായിരുന്നു. ദീപ്തി ഒരു ക്ലിനിക്കൽ സൈക്കോളജി വിദ്യാർത്ഥിയാണ്. മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു രോഗിയോട് തോന്നുന്ന സഹതാപം മാത്രമാണ് അവൾക്ക് വരുണിനോടുള്ളത്. അതിനെ അവൾ പ്രണയമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വരുൺ അവസരം മുതലെടുത്ത് നല്ലവനായി അഭിനയിക്കുകയാണെന്നും വിക്രം തറപ്പിച്ചു പറഞ്ഞു. അവളൊരു മണ്ടിയാണ്. അവളെ കുറച്ച് ദിവസം കാണാതിരുന്ന തീരാവുന്ന സ്നേഹമേ അവൾക്കുള്ളൂ. പക്ഷേ വരുൺ അവനൊരു കള്ളനാണ്. അവൻ്റെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും. വിക്രമിൻ്റെ കണ്ണുകളിൽ ദേഷ്യം ജ്വലിച്ചു. വേദയ്ക്ക് എന്തു പറയണമെന്നറിയാതെയായി. ഒരു വശത്ത് പശ്ചാത്തപിക്കുന്ന വരുൺ, മറുവശത്ത് വരുണിനെ വിശ്വസിക്കാത്ത വിക്രം. ഇതിനിടയിൽ ആകെ പെട്ടുപോയ ദീപ്തിയുടെ ജീവിതം എന്താവുമെന്ന ഭയം വേദയെ അടിമുടി വിറപ്പിച്ചു. ഇതേ സമയം വേദയുടെ വീട്ടിൽ മറ്റൊരു സംഘർഷം നടക്കുകയായിരുന്നു. ശ്രീകാന്ത് തൻ്റെ ഭാര്യയായ വർഷയെ തിരികെ കൊണ്ടുവരാനായി ഭാര്യ വീട്ടിൽ ചെന്നു. പക്ഷേ വർഷയുടെ അച്ഛനായ ചന്ദ്രശേഖരൻ കടുംപിടുത്തത്തിലായിരുന്നു. ശ്രീകാന്ത് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ശക്തമായി വേരൂന്നിയതിനാൽ മകളെ ഇപ്പോൾ അയക്കുന്നില്ലെന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞു. വർഷക്കും അച്ഛനെ ധിക്കരിക്കാൻ ഭയമായിരുന്നു. ഏട്ടൻ പോയിക്കോളൂ, ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞ് വരാമെന്ന് വർഷം ശ്രീകാന്തിന് മറുപടി പറഞ്ഞു. വെറും കൈയോടെ വീട്ടിൽ തിരിച്ചെത്തിയ ശ്രീകാന്തിനെ കാത്തിരുന്നത് അമ്മ പത്മത്തിൻ്റെ ചോദ്യാക്ഷരങ്ങളായിരുന്നു. എടാ, നീ മോളെയും വർഷയും കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ട് തനിച്ചാണോ വന്നത്? ശ്രീകാന്തിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അമ്മയുടെയും അനിയത്തി ദീപ്തിയുടെയും ചോദ്യങ്ങൾ. ദീപ്തി ഇടക്ക് കയറി എന്തോ പറഞ്ഞപ്പോൾ ശ്രീകാന്ത് അവളോടങ്ങ് തട്ടിക്കയറി. എടി, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അലറി. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദീപ്തി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വീണ്ടും അവിടെ ഒരു യുദ്ധക്കളമായി മാറി.
പത്മയുടെ സമാധാനം കിട്ടു. ദീപ്തി ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ശ്രീകാന്തിന്റെ ദാമ്പത്യം തകർച്ചയുടെ വക്കിലാണെന്നും ദീപ്തിയുടെ എടുത്തുചാട്ടം കുടുംബത്തിന് തന്നെ അപമാനമാകുമെന്നും ആ അമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു. വൈകുന്നേരം മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി വേദയും വിക്രമും പതിവ് പോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി. അമ്പലത്തിലെ ആൾത്തറയിൽ കാറ്റേറ്റിരിക്കുമ്പോൾ വിക്രം വാചാലനായി. പണ്ടത്തെ മൗനിയായ വിക്രമിനെ അവിടെ കാണാനില്ലായിരുന്നു. അവൻ ഓരോ കാര്യങ്ങളും വേദയോട് ഉത്സാഹത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. എനിക്കൊരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, വേദ പറഞ്ഞു. എൻ്റെ അനുജത്തിയുടെ ജീവിതം നശിക്കരുത്, ആ വരുണുമായിട്ടുള്ള ബന്ധം നടക്കരുതേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അങ്ങനെ തന്നെയാണ് വേദ. ക്ഷേത്രത്തിൽ വരുന്നത് അവനവൻ്റെ കാര്യങ്ങൾ നേടാനും സങ്കടങ്ങൾ ദൈവത്തിൻ്റെ തലയിലങ്ങ് ഇറക്കി വെക്കാനുമാണ്. അല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരും പ്രാർത്ഥിക്കാറില്ല. അതങ്ങനെയല്ല വിക്രം, വേദ തിരുത്തി. നമ്മളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റില്ല. അത് ഭഗവാന്റെ മുന്നിൽ തുറന്നു പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അതിനാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ സംഭാഷണം അങ്ങനെ നീണ്ടുപോയി. വിക്രമിൻ്റെ കാഴ്ചപ്പാടുകൾ വേദയ്ക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അവൻ കാര്യങ്ങളെ എത്ര ലാഘവത്തോടെയും എന്നാൽ ഗൗരവത്തോടെയും കാണുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്ന വഴി വിക്രം വണ്ടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിലേക്ക് നിർത്തി. എന്തിനാ ഇവിടെ നിർത്തുന്നത്? വേദ ചോദിച്ചു. നീ വാ, എന്നിട്ട് പറയാം. വിക്രം അവളെ കൂട്ടി അകത്തേക്ക് കയറി. അവിടെ വെച്ച് വിക്രം വേദയ്ക്ക് വേണ്ടി ഒരു സമ്മാനം തിരഞ്ഞെടുത്തു. അതൊരു സാധാരണ സാരിയായിരുന്നില്ല. വക്കീൽ പണി ചെയ്യുന്ന വേദയ്ക്ക് കോടതിയിൽ ധരിക്കാൻ ആവശ്യമായ വെളുത്ത സാരിയും കറുത്ത ബ്ലൗസും തന്നെയാണ് അവൻ വാങ്ങിച്ചത്. വേദയുടെ കണ്ണുകൾ വിടർന്നു. വിക്രം ആദ്യമായിട്ടാണ് അവൾക്കൊരു സാരി വാങ്ങിച്ചു നൽകുന്നത്, അതും ഒരു സമ്മാനം പോലെ. അവളുടെ പ്രൊഫഷനെ, അവളുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുന്ന ഒരു തരത്തിലുള്ള സമ്മാനമായിരുന്നു അത്. ഇതെന്താ വിക്രം ഇപ്പോൾ? അവൾ ചോദിച്ചു. നീ ആലോചിച്ചു നോക്ക്, അപ്പോൾ മനസ്സിലാവും, വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ നിമിഷം വേദക്കുണ്ടായ സന്തോഷം വാക്കുകൾക്കതീതമായിരുന്നു. കേവലം ഒരു സാരി എന്നതിലുപരി വിക്രം തന്നെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്നും തൻ്റെ കാര്യങ്ങളിൽ അവൻ എത്രമാത്രം കരുതലുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആ സാരി നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ വേദയുടെ മനസ്സിൽ വിക്രമിനോടുള്ള പ്രണയം അലതെല്ലുകയായിരുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പരസ്പര ധാരണയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലേക്കുള്ള അവരുടെ യാത്ര ഇവിടെ തുടങ്ങി. വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി അവർ ഈ സ്നേഹം തന്നെ ധാരാളമായിരുന്നു. എന്നിരുന്നാലും ഇനി കഥാമുഹൂർത്തം പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ തന്നെ വരാം. ബൈ.